ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റൈസ് റെഡിയാക്കാനായിട്ട് ഞാൻ ഇതിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റൈസിന് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അരച്ചെടുക്കുമ്പോൾ നോക്കിയിട്ട് ആവശ്യം അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 1 ടീസ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗീ മാത്രം ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓയിൽ മാത്രമാണെങ്കിൽ ഓയിൽ മാത്രമായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, ഒരു 4 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പട്ടയും ഗ്രാമ്പും ഒക്കെ റോസ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ നേരത്തെ രീതിയിൽ കട്ടി കുറച്ചിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ബീൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 3-4 മണിക്കൂർ മുന്നേ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ പച്ചക്കറികളെല്ലാം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലാത്തത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി. ഇനിയാണ് നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 മാഗി സ്റ്റോക്ക്, വെജിറ്റബിളിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ 2 എണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഉപ്പുള്ള സ്റ്റോക്കാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ അടപ്പ് തുറന്നു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് 20 മിനിറ്റ് മുന്നേ കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബസ്മതി അല്ല ജീരകശാല റൈസാണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമാണെങ്കിൽ അതെടുത്തിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ട് ഈ അരിയും നമ്മൾ വെജിറ്റബിൾസും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരി എടുത്തത് കൊണ്ട് നേരെ 4 കപ്പ് ഡബിൾ ആയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. കാരണം സ്റ്റോക്കിൽ ചേർത്തിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ അടുപ്പ് തുറന്നു നോക്കുന്ന സമയത്ത് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് റൈസ് ഒന്ന് റെഡി ആവുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി വെള്ളം വറ്റിയതിന് ശേഷം ഒന്ന് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് റൈസ് മുഴുവനായിട്ട് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വെള്ളം വറ്റിയതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടെ ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്കൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡിലും ഒരേ രീതിയിൽ നമുക്ക് വേവ് എത്തും. റൈസിൻ്റെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ചില അരിക്ക് നമുക്ക് ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് ഡബിൾ ആയിട്ടല്ല വെള്ളം എടുത്തത്. ചില അരിക്ക് 1.5 കപ്പൊക്കെ വെള്ളം വേണ്ടി വരും. അത് നിങ്ങൾ വാങ്ങുന്ന അരിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും കേട്ടോ.
ഇപ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. നമ്മൾ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക, എന്നിട്ട് വേവ് ചെക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് എൻ്റെ കറക്റ്റ് 20 മിനിറ്റിൻ്റെ അടുത്തായിട്ടാണ് ആയത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റൈസിൽ വേവിൽ വ്യത്യാസം വരും കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് പറയുകയാണ്. എല്ലാ റൈസും 20 മിനിറ്റ് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു വെജിറ്റബിൾ പുലാവ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.